ഒരിക്കൽ പൗലോസിനെയും ശീലാസിനെയും കാരാഗൃഹത്തിൽ അടയ്ക്കപ്പെട്ടു. സുവിശേഷം അറിയിച്ചു എന്നുള്ളതാണ് കുറ്റം. രണ്ട് കൈയും രണ്ട് കാലും ചങ്ങലകളാൽ ബന്ധിച്ചിരിക്കുന്ന ആ രാത്രിയിൽ അവർ ദൈവത്തെ പാടി സ്തുതിച്ചു. ആ പ്രാർത്ഥനയുടെ നടുവിൽ ഒരു അത്ഭുതം വെളിപ്പെട്ടു. കാരാഗൃഹത്തിന്റെ അടിസ്ഥാനം കുലുങ്ങി. അവരുടെ രണ്ടിലെ കൈകളിലെ ചങ്ങലകൾ അഴിഞ്ഞുപോയി. കാരാഗൃഹത്തിന്റെ വാതിൽ തുറന്നു. കാരാഗൃഹ പ്രമാണി അവരെ നോക്കി കടന്നു വന്നു. അവരെ കാണാതെ വന്നപ്പോൾ സ്വയം കുത്തി ആത്മഹത്യ ചെയ്യാൻ ശ്രമിച്ചു. പൗലോസ് നിനക്കൊരു ദോഷവും ചെയ്യില്ല എന്ന് പറഞ്ഞ് ഇറങ്ങി വന്നു. കാരാഗൃഹ പ്രമാണി രക്ഷ പ്രാപിപ്പാൻ ഞാൻ എന്ത് ചെയ്യണമെന്ന് പൗലോസിനോട് ചോദിച്ചു. പൗലോസിന്റെ മറുപടി, കർത്താവായ യേശു കർത്താവിൽ വിശ്വസിക്കുക, എന്നാൽ നീയും നിന്റെ കുടുംബവും രക്ഷ പ്രാപിക്കും. ഈ പകൽക്കാലം നമ്മൾ ദൈവത്തിന്റെ സന്നിധിയിൽ അനേക വിഷയങ്ങൾ പ്രാർത്ഥിക്കുന്നുണ്ട്. പ്രാർത്ഥിച്ച അനേക വിഷയങ്ങൾ നമുക്ക് ലഭിച്ചിട്ടുണ്ട്. ഒരുപക്ഷെ നമുക്ക് പ്രാർത്ഥിച്ച് ഈ ലോകത്തിൽ നന്മകളെ നേടാം. ഒരുപക്ഷെ നല്ല വാഹനങ്ങൾ നേടാം, നല്ല ജോലി, നല്ല കുടുംബജീവിതം, നല്ല ഭാവി, ഇതൊക്കെ നമുക്ക് പ്രാർത്ഥിച്ച് നേടാം. കാരണം നമ്മുടെ ജീവിതത്തിൽ, ഈ ലോകത്തിലെ ജീവിതത്തിൽ അത്ഭുതങ്ങളെയും അടയാളങ്ങളെയും ചെയ്യുവാൻ ശക്തനായ കർത്താവാണ് നമ്മുടെ കർത്താവ്. എന്നാൽ നമ്മൾ പ്രാർത്ഥിച്ച് നേടുന്നതൊന്നും നമ്മളെ നിത്യമായ രക്ഷയിലേക്ക് എത്തിക്കത്തില്ല. ഈ ലോകത്ത് നമ്മൾ പ്രാർത്ഥിച്ച് നേടിയ യാതൊന്നും നിത്യമായ രക്ഷയിലേക്ക് എത്തിക്കത്തില്ല. നമുക്കറിയാം, പൗലോസിന്റെയും ശീലാസിന്റെ മുമ്പിൽ കാരാഗൃഹത്തിന്റെ വാതിൽ അവർ രക്ഷപ്പെടാൻ വേണ്ടി തുറന്നു കിടക്കുകയാണ്. അവരുടെ കയ്യിലെ ചങ്ങലകൾ അഴിഞ്ഞു പോയിരിക്കുകയാണ്. എന്നിട്ട് പൗലോസ് കാരാഗൃഹ പ്രമാണിയോട് പറയുന്നു, കർത്താവായ യേശു കർത്താവിൽ വിശ്വസിക്കുക, എന്നാൽ നീയും നിന്റെ കുടുംബവും രക്ഷ പ്രാപിക്കും. നിത്യമായ രക്ഷ അത് കർത്താവിൽ നിന്ന് മാത്രമേ ലഭിക്കത്തുള്ളൂ. നമ്മൾക്ക് ഈ ലോകത്ത് ലഭിക്കുന്ന നന്മകൾ അതിന്റെ അടയാളമല്ല. കർത്താവ് നമ്മളെ സ്നേഹിക്കുന്നതിന്റെ അടയാളം ക്രൂശിൽ എനിക്ക് വേണ്ടി മരിച്ച കർത്താവിനെയാണ്. ക്രൂശിലെ കള്ളൻ കർത്താവിനോട് ചോദിച്ചു, കർത്താവെ പ്രാർത്ഥിച്ചു, നീ രാജ്യത്വം പ്രാപിച്ചു വരുമ്പോൾ എന്നെയും ഓർക്കണേ. എന്നോട് കൂടെ ഒരു നിമിഷം പ്രാർത്ഥിക്കാൻ പറ്റുമോ? പിതാവേ, നിത്യരാജ്യത്തിലേക്കും നിത്യരക്ഷയിലേക്കും എന്നെയും ചേർത്തുകൊള്ളണേ. ഞാൻ നിന്നിൽ വിശ്വസിക്കുന്നു, നീ എൻ്റെ കർത്താവാണ്. ഗോഡ് ബ്ലസ് യു ഓൾ. ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ. ആമേൻ.